നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അനുകൂല ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. മണ്ഡലത്തിൽ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് അൻവർ പറഞ്ഞു. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായിരുന്നു നിലമ്പൂരിലേത്. പിണറായി സത്തിന്റെ തകർച്ചയുടെ തുടക്കം നിലമ്പൂരിൽ നിന്നായിരിക്കുമെന്നും അൻവർ പറഞ്ഞു. അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞവരാണ് ഈ കണക്കുകൾക്ക് മറുപടി പറയേണ്ടതെന്നും പ്രതികൂല കാലാവസ്ഥയിലും പോളിംഗ് ഉയർന്നുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു. തനിക്ക് ഏറ്റവും പിന്തുണ ലഭിച്ചത് സ്ത്രീ വോട്ടർമാരിൽ നിന്നാണ്. പുരുഷന്മാരെക്കാൾ 12,651 സ്ത്രീകൾ ഇത്തവണ വോട്ട് ചെയ്തു. 2021-നേക്കാൾ 1,224 വോട്ട് അധികമുണ്ടായിട്ടുണ്ടെന്നും പോസ്റ്റൽ വോട്ടുകൾ കൂടി വന്നാൽ ഇനിയും എണ്ണം കൂടുമെന്നും അൻവർ അവകാശപ്പെട്ടു. 75,000 വോട്ട് വാങ്ങി താൻ ജയിക്കും എന്ന് തന്നെയാണ് അൻവറിന്റെ ആത്മവിശ്വാസം. വന്യമൃഗശല്യത്തിൽ വലയുന്ന 50%-ലധികം നിഷ്പക്ഷ വോട്ടർമാരുണ്ട്. അവരിലാണ് തന്റെ പ്രതീക്ഷ. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടായാൽ താൻ നിസ്സഹായനാണെന്നും അൻവർ പറഞ്ഞു. താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നയാളാണ്. LDF-ൽ നിന്നും UDF-ൽ നിന്നും വോട്ടുകൾ പിടിക്കുമെന്നും അതിൽ തന്നെ LDF-ൽ നിന്നാകും കൂടുതൽ വോട്ട് പിടിക്കുക എന്നും അൻവർ പറഞ്ഞു. UDF-ന് നിരുപാധിക പിന്തുണ നൽകാനിരുന്ന തന്നെ VD സതീശൻ പെടലിക്ക് പിടിച്ച് പുറത്താക്കിയെന്നും അൻവർ കുറ്റപ്പെടുത്തി. തുടർന്ന് അജിത് കുമാറിനെ DGP ആക്കുവാനുള്ള തീരുമാനത്തിനെതിരെയും അൻവർ രംഗത്തു വന്നു. അജിത് കുമാറിന് 30 വർഷ സർവീസില്ല, എന്നിട്ടും DGP ആക്കുവാൻ സർക്കാർ ശ്രമിക്കുകയാണ്. സുജിത് ദാസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചേർന്നുള്ള ഓഫീസിലാണ് നിയമനം നൽകിയത്. സുജിത്തിനെതിരെയുള്ള മരമുറി കേസ് അട്ടിമറിച്ചുവെന്നും കേസ് അന്വേഷിക്കുവാൻ പോലും തയ്യാറായിട്ടില്ല എന്നും അൻവർ ആരോപിച്ചു. പിണറായി സത്തിന്റെ തകർച്ച നിലമ്പൂരിൽ നിന്നാകുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. നിലമ്പൂരിൽ 2 പിണറായിമാരാണ് മത്സരിച്ചത്. ഒളിഞ്ഞ പിണറായും തെളിഞ്ഞ പിണറായും. താൻ ജയിച്ചില്ലെങ്കിൽ തെളിഞ്ഞ പിണറായേക്കാൾ ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതാണ് നല്ലതെന്നും അൻവർ പറഞ്ഞു. ജൂൺ 23-നാണ് നിലമ്പൂരിൽ വോട്ടെണ്ണൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 10,000 മുതൽ 15,000 വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്നാണ് UDF-ന്റെ പ്രാഥമിക വിലയിരുത്തൽ. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും അധികം ലീഡ് ലഭിക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. 3,500 മുതൽ 4,000 വരെ ഭൂരിപക്ഷം വഴിക്കടവിൽ നിന്ന് ലഭിക്കും. 3,000 വോട്ടിന്റെ ലീഡ് മൂത്തേടം പഞ്ചായത്തിൽ നിന്ന് ലഭിക്കും. മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ നാടായ എടക്കരയിൽ നിന്നും 1,500 വോട്ടിന്റെ ലീഡാണ് മുന്നണി പ്രതീക്ഷിക്കുന്നത്. LDF ഭരിക്കുന്ന പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്നും 1,000 വോട്ടിന്റെ ലീഡും തെരഞ്ഞെടുപ്പിന് മുൻപ് അട്ടിമറി നടന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ 1,000 മുതൽ 1,500 വോട്ട് വരെ ലീഡ് വരുത്തുമെന്നാണ് വിലയിരുത്തൽ. LDF ഭരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും 1,500 വോട്ടിന്റെ ലീഡ് ലഭിക്കും. എന്നാൽ അമരമ്പലം, കരുളായി പഞ്ചായത്തുകളിൽ വോട്ട് നില LDF-ന് ഒപ്പമാകുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. മുൻ MLA PV അൻവർ നേടുന്ന വോട്ടുകൾ UDF-ന് അനുകൂലമാകുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി അൻവറിലൂടെ LDF-ലെത്തിയ വോട്ടുകളാവും PV അൻവർ പിടിക്കുകയെന്നും UDF വിലയിരുത്തുന്നുണ്ട്. M സ്വരാജ് വിജയിക്കുമെന്നാണ് LDF വിലയിരുത്തൽ. 2000-ൽ താഴെ വോട്ടിന് M സ്വരാജ് വിജയിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കണക്കാക്കുന്നത്. പോത്തുങ്കൽ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് ലഭിക്കുമെന്നതാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ പഞ്ചായത്തുകളിൽ UDF ലീഡ് നേടുമെന്നാണ് LDF കണക്കാക്കുന്നത്. M സ്വരാജ് 80,233 വോട്ടുകൾ നേടുമ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 78,595, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് 8,335, PV അൻവർ 5,120 വോട്ടുകൾ വീതം നേടുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ.